രതീഷ്. CPM സംസ്ഥാന സമിതിയിൽ ഗൗരവതരമായ വിഷയങ്ങളുടെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ AG ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AG ജോർജ്, EP ജയരാജനും BJPയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നതോടെ ഈ വിഷയം താൽക്കാലികമായി അടയ്ക്കാൻ CPMന് കഴിയുമോ? അതേ, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമായിട്ട് വേണം അതിനെ കാണാൻ. കാരണം ഈ EP ജയരാജൻ പ്രകാശ് ജാവേദ്കറുമായി നടത്തിയ രഹസ്യ സംഭാഷണം പുറത്തു വന്നതോടുകൂടി പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനമായിരുന്നു അതിന്റെ ഫലമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ CPMനുണ്ടായ കടുത്ത തിരിച്ചടി. മാത്രവുമല്ല, EP ജയരാജൻ ഏറ്റവും ഒടുവിൽ മുകേഷിന്റെ കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാടും പാർട്ടിക്കുള്ളിൽ തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഏതായാലും EP ജയരാജന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഇന്നും ഇന്നലെയും കണ്ടതല്ല, കുറച്ച് നാളുകളായി കണ്ടതാണ്. അത് വളരെ ബാലിശമായ ദുർബലമായ ഒരു ന്യായീകരണമാണ് മുകേഷിന്റെ വിഷയത്തിൽ 2 ദിവസം മുമ്പ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? UDFൽ ഇതുപോലെയുള്ള MLA മാരുണ്ടല്ലോ, അവർ ആദ്യം രാജിവെക്കട്ടെ, എന്നിട്ട് CPMലെ MLA രാജിവെക്കാമെന്ന് പറയുന്ന എത്രയോ ദുർബലമായ അപക്വമായ ഒരു നിർദ്ദേശം വന്നപ്പോൾ അതിനെയൊക്കെ എത്ര ശക്തമായിട്ടാണ് CPMലെ ബൃന്ദ കാരാട്ടിനെ പോലുള്ള ആളുകൾ പ്രതികരിച്ചത്. അവർ പച്ചയ്ക്ക് പറഞ്ഞില്ലേ, മറ്റുള്ളിടത്ത് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കും നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് EP ജയരാജന്റെ മുഖത്തേറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ ഇത് ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാകും. പാർട്ടിക്കുള്ളിൽ EP ജയരാജന്റെ LDF കൺവീനർ എന്നുള്ള നിലപാടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. സന്ദർഭത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുകയും വ്യക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി LDFന്റെ ഒരു നേതൃത്വത്തിൽ ഇഷ്ടമല്ല. മാത്രമല്ല, LDFലെ ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്. പക്ഷെ അവർക്കൊന്നും CPMന്റെ മുമ്പിൽ ശക്തമായ അഭിപ്രായം പറയാനുള്ള ആർജവമില്ലാത്തത് കൊണ്ട് അവരിത് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്തായാലും CPM എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇന്നലെയും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരെ ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ CPMന് എടുക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ CPMന്റെ കാലിന്റെ അടിയിലെ മണ്ണും ഒഴുകി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPMനകത്ത് ആഭ്യന്തരമായിട്ടുള്ള കടുത്ത പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം അത് മറയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പൊതുസമൂഹം ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് CPMൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി ഉരുത്തിരിഞ്ഞു വരുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് മുകേഷിന്റെ പ്രശ്നം, 2 EP ജയരാജന്റെ ഇത്തരം ഈ ചഞ്ചലചിത്തമായ ഒരു നിലപാടും പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. അങ്ങനെ എടുക്കണമെന്നുള്ള അഭിപ്രായം പാർട്ടി നേതൃത്വത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഉണ്ട്. അതുകൊണ്ട് ശരി AG ജോർജ്, എന്തായാലും